നെക്സ്റ്റ് നമുക്കിനി പഠിക്കാനുള്ള സെക്ഷൻ മീൻസ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസ് എന്താണ്? അപ്പോൾ നമ്മുടെ ഈ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിൽ ഹൈഡ്രോളിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ മെക്കാനിക്സിനോടൊപ്പം സെറ്റ് ചെയ്തേക്കുന്നതാണ് ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ അത്രയും പോർഷൻ സിലബസ് കാര്യങ്ങളും. ഓക്കെ, അപ്പം ഈ എല്ലാ എക്സാംസിനും ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മിക്ക പോസ്റ്റുകൾക്കും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പം സ്പെസിഫിക്കായിട്ട് കുറച്ച് സെക്ഷൻസ് ഉണ്ട്, അതിൽ നിന്നാണ് യൂഷ്വലി ചോദിക്കാറുള്ളത് എന്ന് കരുതി അതിൽ നിന്ന് തന്നെ എപ്പോഴും ചോദിക്കണമെന്നൊന്നുമില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ എഴുതുന്ന ആളെയും കൂടെ അനുസരിച്ചിരിക്കും. എന്നിരുന്നാലും എന്താണ് ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ ആ ഒരു സെക്ഷൻ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് ഗുണം ചെയ്യും. മിക്ക എക്സാമുകൾക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകാറുള്ളത്. നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പമ്പ്, ടർബൈൻസ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട തിയറിയും അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും അതിൻ്റെ എഫിഷ്യൻസീസ്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ സിലബസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് നേരെ നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലൂയിഡ് മെക്കാനിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസ് കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഫുള്ള് ഇവിടെ വേണമെന്നില്ല, പക്ഷേ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഡയറക്റ്റ് മെഷീൻസിൻ്റെ വർക്കിംഗ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇതൊക്കെ ടൈപ്സ് ഉണ്ട്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് തന്നെ പോകുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് മെഷീൻസ്. ഓക്കെ, പേര് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഹൈഡ്രോളിക്. ഓക്കെ, നമുക്ക് വാട്ടറുമായി അല്ലെങ്കിൽ ഫ്ലൂയിഡ്, എക്സ്പെഷ്യലി ഫോർ വാട്ടർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മെഷീൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഹൈഡ്രോളിക് ആ വാട്ടറിനെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സം മെഷീൻസ് ഓർ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അത് ഏതൊക്കെ വരും, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറി രീതിയിൽ നമുക്കതിനെ തരംതിരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോ പവർ പ്ലാന്റ്, എക്സ്പെഷ്യലി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതായത് വാട്ടറിൻ്റെ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ജലവൈദ്യുത പദ്ധതികൾ അല്ലെങ്കിൽ ജലവൈദ്യുത പ്ലാന്റുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്, ഇടുക്കി, അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് ഒരു ലേ ഔട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സിലബസ് അല്ലാതെ പവർ പ്ലാന്റ് ലേ ഔട്ടൊക്കെ പ്രത്യേകം പഠിക്കാനുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ഹൈഡ്രോളിക് പവർ പ്ലാന്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് വെച്ചാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഒരു ലേ ഔട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് നേരെ പോകുന്നത് വെച്ചാൽ ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ ബേസിക്കലി അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ആക്കും. അതിനാണ് ഒരു മെഷീൻ എക്സ്പെഷ്യലി നമ്മൾ മെയിനായിട്ട് ഒരു മെഷീൻ്റെ ഫംഗ്ഷൻ അത് തന്നെയാണ്. വൺ ഫോം ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് അല്ലെങ്കിൽ വാട്ടറിന് അതിനൊരു സ്റ്റോറേജ് അല്ലെങ്കിൽ അതിനൊരു എനർജി ഉണ്ട്. അതിപ്പം സ്റ്റോർ വെച്ചേക്കുവാണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിനെ റിലീസ് ചെയ്യുവാണെങ്കിൽ കൈനറ്റിക് എനർജി കിട്ടും. അപ്പം അതിൻ്റെ ആ ഒരു പ്രഷർ എനർജി ഉണ്ടാവും അതിന്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ എനർജി ഭാഗമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാനായിട്ടുള്ളത്. അപ്പോൾ എനർജിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ വാട്ടറിൻ്റെ എനർജി, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് എനർജിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അത് അടുത്ത ഫോം ഓഫ് എനർജിയാക്കി മാറ്റണം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസാണ് ഈ ഹൈഡ്രോളിക് മെഷീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൈഡ്രോളിക് മെഷീൻസ് എന്ത് ടൈപ്പ് എനർജി എങ്ങനെ ആക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഹൈഡ്രോളിക് മെഷീൻസിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ഹൈഡ്രോളിക് ടർബൈൻസ് ആൻഡ് സെക്കൻഡ് ഈസ് ഹൈഡ്രോളിക് പമ്പ്സ്. സിംപ്ലി പമ്പ്സ് ആൻഡ് ടർബൈൻസ്. അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻ നമ്മൾ ജനറലി പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് സെക്ഷനുകളാണ്. ഒന്ന് ഹൈഡ്രോളിക് മെഷീൻസിലായിട്ട് ഒന്ന് വരുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ടർബൈൻസും, സെക്കൻഡ് മീൻസ് ഹൈഡ്രോളിക് പമ്പ്സും. അപ്പോൾ ടർബൈൻ്റെ ഒരു സെക്ഷൻ കുറേ പഠിക്കാനുണ്ട്, അത്യാവശ്യമുണ്ട്. പമ്പിൻ്റെ ഒരു സെക്ഷൻ അതും കുറേ പോർഷനുകൾ അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പൽസറി പഠിക്കേണ്ട രണ്ട് ടോപ്പിക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എല്ലാ ഡിഫറൻസ് ഈ ടർബൈനും പമ്പ് ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നുണ്ട്, പക്ഷേ അതിന് എങ്ങനെയാണ് ബേസിക് വേരിയേഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക ടർബൈൻ്റെ ഫംഗ്ഷൻ ബേസിക്കലി നമ്മുടെ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പവർ പ്ലാന്റിൽ നമുക്കറിയാം ഡാം, ബേസിക്കലി ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിസർവറിനുള്ളിൽ കൂടെ ഡാമിൽ ഒരു ചെറിയ പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പിനെ പറയുന്നത് പെൻസ്റ്റോക്ക്. ഓക്കെ, ആ പെൻസ്റ്റോക്ക് കൂടെ വെള്ളം എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ആ പെൻസ്റ്റോക്ക് കൂടെ നല്ല സ്പീഡിൽ, വെലോസിറ്റിയിൽ, പല പ്രഷറിൽ അല്ലെങ്കിൽ നല്ല ഹൈ വെലോസിറ്റിയിൽ പോയി ചെന്നിട്ട് ഇവിടെ നോസിൽ നിന്ന് നേരെ വന്ന് നമ്മൾ ടർബൈനിൽ ചെന്ന് ഇടിക്കും. അപ്പോൾ ഇടികൂടെ ആക്കാത്തിന് എന്ത് ചെയ്യും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ടർബൈൻ റൊട്ടേറ്റ് ചെയ്തോട്ടെ, പക്ഷേ ടർബൈൻ്റെ ആക്സിസുമായിട്ട് ഇവിടെ ടർബൈൻ്റെ ആ ഷാഫ്റ്റില്ലേ, ഷാഫ്റ്റ് നമ്മൾ എന്തോ കപ്ലൈ ചെയ്തിട്ടുണ്ട്, ജനറേറ്റർ കപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പം ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ റൊട്ടേഷൻ വിധിയും അതിൻ്റെ പുറമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്കറിയാം ജനറേറ്ററിൻ്റെ വർക്കിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്
പ്രൊഡക്ഷൻ നടക്കും. ആ രീതിയിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡാമിൽ നിന്ന് വെള്ളം വരുന്നത്, വെള്ളം പെൻ സ്റ്റോക്ക് വഴി നോസിൽ വഴി നേരെ ചെന്ന് ടർബൈനിൽ ഇടിക്കുന്നത്, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, ടർബൈൻ്റെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിൽ നമുക്ക് എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കും. അതാണ് ബേസിക്കലി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ടർബൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചവന്മാർക്ക് അറിയാം, അല്ലെങ്കിൽ പഠിച്ച ആൾക്കാർക്ക് അറിയാം. അത് ഇമ്പൾസ് ടർബൈനാണ്, അല്ലെങ്കിൽ നമ്മൾ ജനറൽ പെൽട്ടൺ ടർബൈൻ, പെൽട്ടൺ വീൽ എന്ന് പറയും. അപ്പം ജസ്റ്റ് വരച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളിന് അങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരുന്ന ഒരു പെരിഫറിൽ കാണിച്ചിരിക്കുന്ന ഈ അത് ബക്കറ്റ്സ് ആണ്, ബക്കറ്റ്സ് ഓഫ് ടർബൈൻ എന്ന് പറയും. പെൽട്ടൺ വീലിൻ്റെ പെരിഫറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഹെമിസ്ഫെറിക്കൽ കപ്പ് പോലെ ഇങ്ങനെ ചുറ്റും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ പറയുമ്പോഴാണ് ബക്കറ്റ്. അപ്പോൾ അതിനാണ് വെള്ളം ഫോഴ്സ് ചെയ്ത് ഇടിക്കുന്നത്. അപ്പോൾ ഇടിയുടെ ആഘാതത്തിന് എന്ത് ചെയ്യും, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ല RPMത്തിലൊക്കെ അത് കറങ്ങുന്നത്. അപ്പോൾ നല്ല ഫോഴ്സ് ചെയ്യുന്ന അത്രമാത്രം വെലോസിറ്റിയിൽ വന്ന് ഇടിക്കുക, അത്ര കൈനിക് എനർജിയിൽ വന്ന് എന്തിടിക്കുന്നത്, ഈ വാട്ടർ ജെറ്റ് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ നല്ല RPMത്തിൽ കറങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും കൂടും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഫീച്ചർ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം റിസർവോറിലാണ് നമുക്ക് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വെള്ളം വേണം. കാരണം കണ്ടിന്യൂസ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ആ ഡാമിനുണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. കാരണം അത് വരൾച്ച അല്ലെങ്കിൽ വാട്ടറിൻ്റെ ദൗർലഭ്യം, അതിൻ്റെ സ്കാർസിറ്റി ഉണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് കണ്ടിന്യൂസ് നടക്കാൻ ബുദ്ധിമുട്ടായി. അപ്പം ആ സമയത്ത് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ മറ്റ് ഇത് സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഒക്കെ പ്രസക്തി, എസ്പെഷ്യലി ന്യൂക്ലിയർ പവർ പ്ലാന്റിനുള്ള പവർ പ്രൊഡക്ഷൻ. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ പവർ പ്രൊഡക്ഷന് ബേസിക്കലി വേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ വേണം. അപ്പോൾ അതാണ് നമ്മുടെ റിസർവോയറിൽ കിടക്കുന്ന നമ്മുടെ വാട്ടർ. ഓക്കെ, അപ്പോൾ ഡാമിൻ്റെ റിസർവോയറിലുള്ള സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി വാട്ടർ അവൈലബിലിറ്റി വേണം. അപ്പോൾ വാട്ടറിൻ്റെ ടോട്ടൽ ഇത്രയും പൊക്കത്ത് ദാറ്റ് ഈസ് നോൺ ഹെഡ് റൈസ്, ഒരു വാട്ടർ ലെവൽ ഉണ്ടല്ലോ, അതിനെ പറഞ്ഞ അത്രയും ലെവലുള്ള വാട്ടർ ലെവലിൻ്റെ അതിനെ പറയുമ്പോൾ ഹെഡ് റൈസ് എന്ന് പറയും. ഇപ്പോൾ ടോപ്പ് ഇത്ര ലെവലിൽ വാട്ടർ ലെവൽ ഉള്ളത്. ഓക്കെ, ഇനി അത് നേരെ വന്ന് പെൻസ്റ്റോക്ക് നല്ല കോൺക്രീറ്റ് മാഷനറി സ്ട്രക്ചറാണ്, ലാർജ് ഡയമീറ്റർ മാഷനറി സ്ട്രക്ചർ കോൺക്രീറ്റ് ടു വിസ്റ്റാൻഡ് ഹൈ പ്രഷർ ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ പെൻസ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിലൊക്കെ തന്നെ പെൻസ്റ്റോക്ക് ഇങ്ങനെ പോകുന്ന കാണാം, അവിടെയൊക്കെ പോയിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ പെൻസ്റ്റോക്കാണ് ഈ വാട്ടറെ അവിടെ നിന്ന് ക്യാരി ചെയ്ത് നേരെ ഇതിലോട്ട് കൊണ്ടുപോകുന്നത്, ടർബൈനിലേക്ക് കൊണ്ടെത്തിച്ച് അതിലേക്ക് കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ പെൻസ്റ്റോക്കാണ് ചെയ്യുന്നത്. പെൻസ്റ്റോക്കൊക്കെ പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ നല്ല അപകടം ഉണ്ടാകും. നല്ല പ്രഷറൈസ് വാട്ടറല്ലേ, വെലോസിറ്റി ഇതൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ പെൻസ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ വാട്ടറിനെ റിസർവ് ചെയ്ത് ക്യാരി ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോവുക, നമ്മുടെ ടർബൈൻ, ഇതാണ് ഈ ടർബൈൻ കാണിച്ചേക്കുന്നത് കണ്ടില്ലേ, ടർബൈനിലേക്ക് കൊണ്ടുചെന്ന് പതിപ്പിക്കുക എന്നുള്ളതാണ് പെൻസ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ടർബൈൻ ഇടിച്ച ശേഷം പിന്നെ ഈ ഇടിച്ച ശേഷം ഒന്ന് ചിന്തിക്കുക, ഇവിടെ നേരെ വാട്ടർ ജെറ്റ് എന്തിലിടിക്കും, ബക്കറ്റിലിടിക്കും, പിന്നെ എനർജി ലോസായി. ഓക്കെ, വാട്ടറിൻ്റെ എനർജി അതോടെ ലോസായി, ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇടിച്ചിട്ട് നേരെ ഇവിടെ വെള്ളം നേരെ ഒരു ചെറിയൊരു പാത്ത് വേസ് ഉണ്ട്, അതിനെ പറയും ടെയിൽ റൈസ് എന്ന് പറയും. ആ ടെയിൽ റൈസ് കിടക്കുന്ന വെള്ളം പിന്നെ ഒരു ചാനൽ വഴി അങ്ങ് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നോർമൽ വർക്കിങ്. അപ്പോൾ ടോപ്പ് ലെവലിലുള്ള വാട്ടറിൻ്റെ ഒരു ലെവലാണ് ഹെഡ് റൈസ്. അത് ഇടിച്ച ശേഷം വരുന്നത് പിന്നെ ഒരു ചാനൽ കാണും വാട്ടർ ഫ്ലോയ്ക്കുള്ള, അതിനെ പറഞ്ഞാൽ ടെയിൽ റൈസ് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലാണ് 2 സെക്ഷനാണ് അതിലുള്ളത്, 2 പോർഷൻസാണ് നമ്മൾ മെയിനായിട്ട് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരച്ചേക്കുന്നത്: ഡാം, അതിൻ്റെ റിസർവോയർ, ടെയിൽ റൈസ്, പെൻസ്റ്റോക്ക്, ടർബൈൻ. ഇനി നമുക്കിത് പഠിച്ചുള്ള ഗ്രോസ് ഹെഡ് ഓഫ് വാട്ടർ, ഗ്രോസ് ഹെഡ് വാട്ടർ അവൈലബിലിറ്റി. ഗ്രോസ് ഹെഡ് വാട്ടർ അവൈലബിലിറ്റി നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ടോപ്പ് ഹെഡ് റൈസും ഇവിടുത്തെ ടെയിൽ റൈസും ഇതിനും ഇടയ്ക്കുള്ള ടോട്ടൽ ഹെഡ് അവൈലബിലിറ്റി, അതിനെ പറയുന്ന പേരാണ് ഗ്രോസ് ഹെഡ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ആ ടർബൈൻ അല്ലെങ്കിൽ അത്രമാത്രം എനർജി പ്രൊഡക്ഷൻ അവിടെ നടത്തണമെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഹെഡ് അവിടെ അവൈലബിൾ ആവണം, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പവർ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ടർബൈൻ്റെ പ്രവർത്തനവും ഒക്കെ അവിടെ നടക്കത്തുള്ളൂ. ഓക്കെ, പ്രാക്ടിക്കലി പോസിബിളായി വരത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരു ഗ്രോസ് ഹെഡ് അവിടെ വേണം. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ഗ്രോസ് ഹെഡ് സെറ്റ് ചെയ്താലും ഈ നമ്മുടെ വാട്ടർ ഈ പൈപ്പിൽ കൂടെ പോകുന്ന സമയത്ത് അതിന് എനർജി ലോസസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മേജർ എനർജി ലോസ്, മൈനർ എനർജി ലോസ്. മേജർ എനർജി ലോസ് എന്ന് വെച്ചാൽ എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. മൈനർ എനർജി ലോസ് മീൻസ് എനർജി ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, ബെൻഡിങ്, യൂട്ടേൺ, അങ്ങനത്തെ ഒക്കെ ഒരു ബെൻഡിങ് പൈപ്പിലൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ ഇടിച്ച എനർജി ലോസ് ഉള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് മൈനർ എനർജി ലോസ്. ഫ്രിക്ഷൻ്റെ പരമായിട്ട് ഉണ്ടാകുന്ന എനർജി ലോസ് ആണ് ദാറ്റ് ഇസ് മേജർ എനർജി ലോസ്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കുറവും കൂടെ കാണിച്ചിട്ട് ബാക്കി ഹെഡ് നമുക്ക് കിട്ടത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടോട്ടൽ ഹെഡ് ഗ്രോസ് ഹെഡ് നമ്മൾ HG എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ HG ഗ്രോസ് ഹെഡ് HG എടുത്തു, ഓക്കെ ആയിക്കോട്ടെ. നമുക്ക് നെറ്റ് ഹെഡാണ് വേണ്ടുന്നത്. അപ്പോൾ നെറ്റ് ഹെഡ് എന്ന് വെച്ചാൽ ഈ ഗ്രോസ് ഹെഡിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഈ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലെങ്കിൽ മറ്റ് ബെൻഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ മൂലമുള്ളാവുന്ന ഒരു ടോട്ടൽ ഒരു ലോസ് അവിടെ കാണുമല്ലോ, അത് ഈ ഗ്രോസ് ഹെഡിൽ നിന്ന് കുറയ്ക്കുമ്പം കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് ഹെഡ്. അപ്പോൾ ആ നെറ്റ് ഹെഡായിരിക്കും ഇവിടെ ഫൈനലി ടർബൈൻ്റെ വർക്കിങ്ങിന് അവൈലബിൾ ആയിട്ട് ഉണ്ടാകുന്ന വാട്ടർ
ഹെഡ് അല്ലെങ്കിൽ അവൈലബിൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഗ്രോസ് ഹെഡ് അവിടെ ഉണ്ടെങ്കിലും അത്രയും ഹെഡ് ഈ ഇവിടെ ഫൈനലി ടർബൈൻ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. ചെറിയ തോതിലുള്ള ലോസും മറ്റും കാര്യങ്ങളും ഉണ്ടാവും. അത് ഈ ഗ്രോസ് ഹെഡിന് കുറച്ച് ശേഷം കിട്ടുന്നതാണ് നെറ്റ് ഹെഡ് ഓർ നെറ്റ് അവൈലബിൾ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക്കലി. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എഫിഷ്യൻസീസ് ഒക്കെ പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്നൊക്കെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് PSC എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം അത് പഠിച്ചേ മതിയാവും. ഓക്കെ, ഓറൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഹൈഡ്രോളിക് എഫിഷ്യൻസി, റണ്ണർ എഫിഷ്യൻസി, അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമ്പൽസറി പഠിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പം പറഞ്ഞ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് വർക്കിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് പറയാൻ കാരണം നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് നമ്മൾ ഫസ്റ്റ് പോകുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ ടർബൈനാണ്. അപ്പോൾ ടർബൈൻ്റെ ആ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്ന സെക്ഷനാണ് പമ്പ്. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോളിക് മെഷീൻ ഫസ്റ്റ് ടർബൈനും സെക്കൻഡ് പമ്പുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ രണ്ട് ഡിവൈസും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസമുണ്ട്. അപ്പോൾ ടർബൈൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടർബൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടർബൈൻ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് എനർജിയെ എന്താക്കി മാറ്റുക, ഹൈഡ്രോളിക് എനർജിയെ എന്താക്കി മാറ്റുകയാണ്, മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുക. എന്നിട്ട് ഈ മെക്കാനിക്കൽ എനർജിയാണ് എന്താ ആക്ച്വലി മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ എനർജി കൺവേർഷൻ നോക്കണം. അപ്പോൾ വാട്ടറിന് അത്യാവശ്യം നല്ല പവറുണ്ട്, അത്യാവശ്യം നല്ല എനർജി അവൈലബിൾ ആയിട്ടുണ്ട്. അത് വന്ന് നമ്മുടെ എന്തിലിടിക്കും, നമ്മൾ ഈ ടർബൈനിൽ ചെന്ന് ഇടിക്കും. നമ്മൾ ഞാൻ വെച്ചത് പെൽട്ടൺ ടർബൈൻ. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ഹൈഡ്രോളിക് എനർജിയാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു ടർബൈൻ കറക്കം മൂലമുള്ള റൊട്ടേഷൻ മീൻ ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി. ഇനി ആ മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്? ആ മെക്കാനിക്കൽ എനർജി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടർബൈൻ ഷാഫ്റ്റുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്, ജനറേറ്ററിൻ്റെ ഷാഫ്റ്റ്. അപ്പോൾ റൊട്ടേഷൻ നടന്ന് ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ നടന്ന് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ എനർജി കൺവേർഷൻ മീൻസ് ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആവുന്നു. മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നത്, വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഈ രീതിയിലാണ് ടർബൈനിൽ എനർജി കൺവേർഷൻ നടക്കുന്നത്. വാട്ടറിൻ്റെ എനർജി അവൈലബിൾ ഉള്ള ഹൈഡ്രോളിക് എനർജി അത് ഫസ്റ്റ് ടർബൈനിൽ ഇടിക്കുമ്പോൾ ടർബൈൻ കറങ്ങുന്നു, ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി. അത് പിന്നെ നമ്മൾ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു, ജനറേറ്റർ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫൈനലി അതെന്തായിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഇനി ഇതാണ് ടർബൈൻ്റെ കണ്ടീഷനാണ്. ഇനി നമ്മൾ നേരെ പമ്പിൻ്റെ കേസ് പറയുമ്പോൾ, നമ്മൾ പമ്പിൻ്റെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പമ്പിൻ്റെ കേസിൽ ബേസിക്കലി നമ്മൾ പമ്പ് ശ്രദ്ധിക്കുക, ഇത് പവർ ജനറേഷൻ യൂണിറ്റ് ആയിട്ട് ടർബൈൻ. പമ്പ് ഈസ് എ പവർ കൺസ്യൂമിങ് യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പവർ പമ്പ് എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. അതൊരിക്കലും പവർ ഡെവലപ്പ് ചെയ്യുമല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, വീട്ടിലൊക്കെ പമ്പ് മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുക നമ്മൾ മോട്ടർ കൊടുത്താണ്. അപ്പോൾ മോട്ടറാണ് പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ യൂഷ്വലി നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പമ്പ് മീൻസ് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. ഓക്കെ, കിണറ്റിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്ന ശ്രദ്ധിച്ചാണ്, ദാറ്റ് ഈസ് എ സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അപ്പം ഈ മോട്ടർ സെൻട്രിഫ്യൂഗൽ ഡ്രൈവ് ചെയ്യിപ്പിക്കും, പമ്പ് കറങ്ങും, അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ക്വാണ്ടിറ്റി സക്ഷൻ ക്രിയേറ്റ് ചെയ്യും, വെള്ളം സക്ക് ചെയ്തെടുക്കും, ഡിസ്ചാർജിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ യൂഷ്വലി അതൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഞാൻ ജനറൽ ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് പമ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ ശ്രദ്ധിക്കുക, പമ്പിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടർബൈനിൽ ഹൈഡ്രോളിക് എനർജി, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് പോകുന്നെങ്കിൽ തിരിച്ച് പമ്പിൻ്റെ കേസ് നോക്കുക. പമ്പ് എന്താ ചെയ്യുന്നത്, പമ്പിൽ നമ്മൾ പമ്പിൻ്റെ കൊടുക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി അല്ലേ, മോട്ടറിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി അല്ലേ. ആ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് പമ്പിനെ കറക്കിപ്പിക്കുകയാണ്. പമ്പ് റൊട്ടേറ്റ് ചെയ്യുകയാണ്, റൊട്ടേഷൻ വിധേയമാണ്. അപ്പോൾ പമ്പ് ഇമ്പലർ കറങ്ങും. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് മോട്ടർ കറങ്ങി, മോട്ടർ എന്തിനെ കറക്കി, ഇമ്പലറിനെ കറക്കി. അപ്പോൾ ഇമ്പലറെ കറങ്ങുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. ആ മെക്കാനിക്കൽ റൊട്ടേഷൻ്റെ മൂലം ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുന്നത് പമ്പിനകത്ത്. ഇപ്പോൾ റെസിപ്രോക്കറ്റിംഗ് പമ്പാണെങ്കിൽ അങ്ങനെ, പിസ്റ്റൻ്റെ റെസിപ്രോക്കറ്റിംഗ് മോഷൻ. അപ്പോൾ ആ ഒരു മോഷൻ വന്നിട്ട് അതൊരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സക്ഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സക്ഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തിനെ വലിച്ചെടുക്കുകയാണ്, വാട്ടറിനെ ഒരിടത്തു നിന്ന് വലിച്ചെടുത്തിട്ട് മറ്റൊരിടത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. അതാണ് പമ്പിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ബേസിക്കലി അത് എന്താണ് അവിടെ നടക്കുന്നത്, ഇവിടെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ വെച്ചെങ്കിൽ പമ്പിൽ എന്താ നടക്കുന്നത്, മെക്കാനിക്കൽ ഒരു ഹൈഡ്രോളിക് ആക്ഷനാണ് നടക്കുന്നത് അല്ലേ. വെള്ളത്തെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുക. അതൊന്ന് കൺവേർഷൻ ഏത് കാറ്റഗറി വരും, മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറ്റുക, ഹൈഡ്രോളിക് എനർജി കൺവേർഷൻ പോലെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലാണ് ഏത് നടക്കുക, പമ്പിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പമ്പിൽ ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി അല്ല, ശ്രദ്ധിക്കുക. മോട്ടോർ വെച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് മെക്കാനിക്കൽ എനർജിൻ്റെ പോർഷൻ മെക്കാനിക്കൽ എനർജി അക്വയർ ചെയ്ത ശേഷം ആ ഒരു മെക്കാനിക്കൽ എനർജിയാണ് ഈ ഹൈഡ്രോളിക് ആക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. വെള്ളത്തെ സക്ക് ചെയ്തെടുത്തിട്ട് മറ്റൊരിടത്തേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു എനർജി കൺവേർഷനാണ് നമ്മൾ ഏത് നടക്കുന്നത്, ഇൻ ദ കേസ് ഓഫ് പമ്പിൽ നടക്കുന്നത്. കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി. ഹൈഡ്രോളിക് ആക്ഷൻ, ആ ഒരു വെള്ളത്തിൻ്റെ പമ്പിങ് ആക്ഷൻ. അപ്പോൾ ആ ഒരു ആക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ ഹൈഡ്രോളിക് എനർജി എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റേടത്താണെങ്കിൽ വെള്ളത്തിൻ്റെ അതേ എനർജി, വാട്ടറിൻ്റെ എനർജി, ഹൈഡ്രോളിക് എനർജി നേരിട്ട് നമ്മുടെ മെക്കാനിക്കലോ അല്ലെങ്കിൽ അത് ഇലക്ട്രിക്കലാക്കി മാറ്റും. ഇവിടെ തിരിച്ചാണെങ്കിൽ പമ്പിൻ്റെ കേസിലാണെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ എനർജി മൂലമുള്ള
ഹൈഡ്രോളിക് ആക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. വെള്ളത്തെ ഒരിടത്തു നിന്നും പമ്പ് ചെയ്ത് മറ്റൊരിടത്തേക്ക് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു എനർജി. അപ്പോൾ അതാണ് ഇത് നടക്കുന്നത് ഇന്നത്തെ കേസ് പമ്പിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് എനർജി ഇൻട്രാക്ഷനിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷനുള്ള വ്യത്യാസം പമ്പും ടർബൈനും തമ്മിൽ. അപ്പോൾ ടർബൈനിൽ ശ്രദ്ധിക്കുക എന്താ ഹൈഡ്രോളിക് എനർജി, മെക്കാനിക്കൽ എനർജി, പിന്നെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ഇതിലാണെങ്കിൽ തിരിച്ച് മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ഫോം കൺവേർഷനാണ് അതിൽ നടക്കുക. അപ്പോൾ ബേസിക്കലി ഒരു വർക്കിംഗ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ ഒന്ന് മനസ്സിലാവും. ഇതാണ് ജനറലി നമ്മുടെ ടർബൈനെ പറ്റിയുള്ള ഹൈഡ്രോളിക് മെഷീൻസിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതിൽ ടർബൈൻ പമ്പും വരുന്നുണ്ട്, പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ് ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ ഇതിലോട്ട് കയറുക, നമ്മുടെ ഹൈഡ്രോളിക് എഫിഷ്യൻസീസ് എക്സ്പെഷ്യലി ടർബൈൻ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ടർബൈനാണ്. നമ്മൾ ടർബൈനിൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ടർബൈൻ ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് പോകും, പമ്പിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈസ് എ ഹൈഡ്രോളിക് എഫിഷ്യൻസീസ് ഓഫ് ടർബൈൻ, അല്ലെങ്കിൽ ടർബൈൻ എഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. വെള്ളം വന്ന് ഇടിക്കുന്ന എന്ത് ടർബൈൻ, അല്ലെങ്കിൽ ടർബൈൻ കറങ്ങുമ്പോൾ ഷാഫ്റ്റ് അപ്ലൈ ചെയ്തേക്കുന്നത് എന്ത് ജനറേറ്ററിൻ്റെ ഷാഫ്റ്റ് കറങ്ങുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ യൂഷ്വൽ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ ഈ ഇത്രയും ഭാഗങ്ങളിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു ലേഔട്ടും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ 2 കാറ്റഗറൈസേഷനും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ നേരെ ഹൈഡ്രോളിക് എഫിഷ്യൻസീസ് ഓഫ് ടർബൈൻസിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്കിനുള്ളത് വെച്ചാൽ ടർബൈൻ എഫിഷ്യൻസീസ് ആണ്. നേരത്തെ പറഞ്ഞ ലാസ്റ്റ് നമ്മൾ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് ലേഔട്ടൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ടർബൈൻ എഫിഷ്യൻസീസ് ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നെക്സ്റ്റ് ടർബൈൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. ടർബൈൻ ഏതൊക്കെ രീതിയിലാണ്, അത് ഫണ്ടമെൻ്റലായിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് കൂടുതലും ഒരുപാട് അങ്ങ് ഇൻഡെപ്തി ചോദിക്കാതെ അതിൻ്റെ കോൺസെപ്റ്റ് ലെവലിൽ ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നേരത്തെ പല എക്സാമിന് എഫിഷ്യൻസി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ ടർബൈൻസിൻ്റെ കണ്ടീഷൻ വരുമ്പോഴും അത് ഏതൊക്കെ ഇതിലുള്ള ക്ലാസിഫിക്കേഷൻ എന്നുള്ളതുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ടർബൈനാണ്. അപ്പോൾ ടർബൈൻ്റെ പോർഷൻ പൂർത്തിയാക്കിയിട്ട് നമ്മൾ പമ്പിൻ്റെ പോർഷൻ നമ്മൾ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവിടെ കാണാൻ പറ്റും ടർബൈൻസിനെ ജനറലായിട്ട് 3 ടൈപ്പ് അല്ലാതെ സബായിട്ടുള്ള മറ്റ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറലി ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചാൽ 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് എനർജി അവൈലബിൾ അറ്റ് ഇൻലെറ്റ്. ടർബൈന് ഇൻലെറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ടർബൈൻ ഇൻലെറ്റ് കൊടുക്കുന്ന എനർജി, ആ എനർജി ഏതാണ് എന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, അതായത് നമ്മൾ വാട്ടർ സപ്ലൈ, നമ്മൾ കൊടുക്കുന്ന വാട്ടർ അല്ലെങ്കിൽ ടർബൈനിലേക്ക് എത്തുന്ന വാട്ടർ അതിലൂടെ ഏത് രീതിയിലാണ് ഫ്ലോ ചെയ്യുന്നത്. ആ ടർബൈന് പാരലായിട്ടാണോ, അതിന് ടാൻജൻഷ്യലായിട്ടാണോ, അതോ അതിൻ്റെ അകത്തൂടെ റേഡിയൽ ഡയറക്ഷനാണോ ഫ്ലോ എന്നൊക്കെ ഉള്ളതിനെ ബേസ് ചെയ്തിട്ട് ഏത് ടൈപ്പിലുള്ള ഫ്ലോ ത്രൂ ടർബൈനിൽ നടക്കുന്നു എന്നതിനനുസരിച്ചാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് എ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അത് ലാസ്റ്റ് ഈസ് എ ഹെഡ് അവൈലബിൾ. ഞാൻ നേരത്തെ ഒരു ഗ്രോസ് കട്ടൊക്കെ വരച്ച് കാണിച്ചായിരുന്നല്ലോ. ഇതിൽ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമ്മൾ ഗ്രോസ് ഹെഡൊക്കെ നമ്മൾ വരച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ ടോട്ടൽ ഹെഡ് അവൈലബിലിറ്റി എത്ര നല്ല ഹെഡ് വേണോ അതോ കുറച്ച് ഹെഡ് മതിയോ? അപ്പം ഹെഡ് കുറയുന്നതോറും വാട്ടർ അവൈലബിലിറ്റി കൂടുതൽ എമൗണ്ട് വാട്ടർ വേണ്ടി വരും. ഓക്കെ, അതൊരു പ്രത്യേകതയാണ്. എത്ര ഹെഡ് കുറഞ്ഞ് ഇരിക്കുന്നു അത്രത്തിൻ്റെ കൂടുതൽ വാട്ടർ അവൈലബിലിറ്റി അവിടെ വേണം. ഓക്കെ, അപ്പം ഒരു ഹെഡ് എത്ര എമൗണ്ട് വാട്ടർ ഹെഡ് അവിടെ അവൈലബിൾ ആവണം. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള ഹെഡ് ക്ലാസിഫിക്കേഷനിൽ അത് വരുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എന്താണ് എനർജി അവൈലബിൾ ആയിട്ട് ഇൻലെറ്റ്, ആൻഡ് സെക്കൻഡ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദി ടർബൈൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ അവൈലബിൾ ഹെഡ്, എത്ര എമൗണ്ട് ഹെഡ് അവൈലബിൾ ആയിരിക്കണം എന്നതിനെ ബേസ് ചെയ്ത്. ഫസ്റ്റ് അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം പെട്ടെന്ന് വരുന്നതാണ്, പഠിച്ചിട്ടുള്ളവർക്കറിയാം. പൾട്ടൺ ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ അത് വരുവാണെങ്കിൽ ഫ്രാൻസിസ്, കെപ്ലാൻ, അത് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ ഫ്രാൻസിസ്, കെപ്ലാൻ, പേൾട്ടൺ ഇത് 3 മിക്ക ബിടെക് സിലബസിലും പോളിടെക്നിക്കിലും ഒക്കെ മിക്ക ആൾക്കാരും പഠിച്ച് വെച്ചിരിക്കുന്ന പോർഷൻസും ടോപ്പിക്സുമാണ്. അപ്പം പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ കാണും എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. ഇവിടെയും നമ്മൾ അതൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി, ഏത് എനർജി ഇൻലെറ്റ് അവൈലബിൾ ആയിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതിന് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ഇമ്പൾസ് ടർബൈനും, സെക്കൻഡ് ഈസ് എ റിയാക്ഷൻ ടർബൈനും.
ഫസ്റ്റ് ഇസ് ഇമ്പൾസ് ടർബൈൻ ആൻഡ് സെക്കൻഡ് ഇസ് എ റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ടർബൈൻ മീൻസ് ടർബൈൻ ഇൻലെറ്റിൽ അവൈലബിൾ ഉള്ള എനർജി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വാട്ടറിൻ്റെ ഏത് എനർജി ആയിരിക്കണം, കൈനറ്റിക് എനർജി ആയിരിക്കും അതിന് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ എമൗണ്ട്. സോ അതുകൊണ്ട് അതിനെ പറഞ്ഞ പേരാണ് ഇമ്പൾസ് ടർബൈൻ. കാരണം നമ്മുടെ നേരത്തെ ഞാൻ പെൽട്ടൺ ടർബൈൻ വരച്ച് കാണിച്ചായിരുന്നു. പെൽട്ടൺ ടർബൈൻ ഒരു എന്ത് ടർബൈനാണ്, ഇമ്പൾസ് ടർബൈനാണ്. എക്സാമ്പിളാണ് പെൽട്ടൺ വീല്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നേരത്തെ പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന കണ്ടോ, വാട്ടർ നല്ല ഫോഴ്സ് വന്നിട്ട് നോസിൽ വഴി ജെറ്റ്, നോസിൽ നിന്ന് പറഞ്ഞ വാട്ടർ ജെറ്റായിട്ട് മാറും. ആ ജെറ്റ് എന്നാണ് എന്തിലിടിക്കുന്നത്, നേരത്തെ ഞാൻ വരച്ച് ഓർക്കുന്നില്ലേ, നമ്മളിങ്ങനെ ടർബൈൻ വരച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ബക്കറ്റുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഓർമ്മയില്ലേ ഞാൻ ലാസ്റ്റ് വരച്ചേ. ഇങ്ങനെ വന്ന് ഇടിക്കും. ഇതെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഓഫ് ജെറ്റാണ്. ഇതൊന്ന് ഇടിക്കുമ്പോൾ ഇതിങ്ങനെ ഇടിക്കനുസരിച്ച് കറങ്ങും. സോ ദാറ്റ് ഈസ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, ഞാൻ നേരത്തെ വരച്ച പെൽട്ടൺ ടർബൈൻ, ദാറ്റ് ഈസ് ഇമ്പൾസ് ടർബൈൻ. അപ്പം അവൈലബിൾ എനർജി ഇൻലെറ്റ് ഈസ് ഏത് എനർജിയാണ്, ഇൻലെറ്റിലെ എനർജി അവൈലബിൾ ആയിട്ടുള്ളത് കൈനറ്റിക് എനർജി ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്ത്, ഇമ്പൾസ് ടർബൈൻ. അപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ പെൽട്ടൺ ടർബൈൻ. പെൽട്ടൺ ടർബൈൻ ഒരു ബെറ്റർ എക്സാമ്പിൾ ഫോർ ഇമ്പൾസ് ടർബൈൻ. അല്ലെങ്കിൽ നമ്മൾ പെൽട്ടൺ വീൽ എന്നും പറയും. ആ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് നമ്മൾ പെൽട്ടൺ വീൽ എന്നല്ല, നമ്മൾ റണ്ണർ എന്നും പറയും. റണ്ണർ വിത്ത് ബക്കറ്റ്സ്. കാരണം ഈ റൊട്ടേറ്റിംഗ് എലമെൻ്റ് ആണ് ആ ഒരു കാസ്റ്റ് പീസ് എന്നുള്ളത്. അതിന് ചുറ്റും ബക്കറ്റ്സ് ഇങ്ങനെ ഹെമിസ്ഫെറിക്കൽ ബക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സോ അവൈലബിൾ എനർജി ഇൻലെറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ എനർജി ഇൻലെറ്റ് കൈനറ്റിക് എനർജി ആണെങ്കിൽ അതിനെ പറയുന്നവരാണ് ഇമ്പൾസ് ടർബൈൻ. ഇനി എനർജി അവൈലബിൾ ആയിട്ട് ഇൻലെറ്റ് അതെന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഒന്നും അല്ലേ നമ്മൾ മെയിനായിട്ട് പൊട്ടൻഷ്യൽ എനർജി എല്ലാ എനർജിയിലും ഉണ്ട്, സാധനം എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കൈനറ്റിക് എനർജിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രഷർ എനർജിയോടൊപ്പം തന്നെ രണ്ട് കൈനറ്റിക് എനർജി ഉള്ള ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ ഇൻലെറ്റിൽ വരുന്നതെങ്കിൽ അതിനെ പറയുന്നത് റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ ഫ്ലോയിൽ അപ്പം റിയാക്ഷൻ ടർബൈനിലൊക്കെ ഫുള്ള് മറ്റേ നമ്മുടെ പെൽട്ടനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റിക് പ്രഷർ ആ റണ്ണർ ത്രൂ ഔട്ടൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരിയേഷൻ വരത്തില്ല. പക്ഷേ റിയാക്ഷൻ ടർബൈനിൻ്റെ കേസിൽ അത് എൻക്ലോസ് ക്യാവിറ്റീസ് ആയിരിക്കും, പൈപ്പ് കണക്ഷൻ മൊത്തം അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്ട് ഒന്നും ഇല്ലാതെ ആ ഫ്ലൂയിഡിലെങ്ങും പ്രഷർ ഡ്രോപ്പ് ഒന്നും അല്ല, ഫ്ലൂയിഡ് മൊത്തം എൻവയോൺമെൻറ്റ് സറൗണ്ടിങ്ങായിട്ട് കോൺടാക്ട് ചെയ്യാതെ എൻക്ലോസ്ഡ് പൈപ്പ്സ് ആ കേസിങ്ങോട്ടൊക്കെ ആയിരിക്കും വാട്ടർ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഈ പ്രഷർ എനർജി കൺവേർഷൻ ടു കൈനറ്റിക് എനർജി കൺവേർഷൻ, ഈ കൈനറ്റിക് എനർജി ഫോമാറ്റിലേക്കാണ് അവിടെ കൺവേർഷൻ നടക്കുന്നത്. അവിടെ പ്രഷർ എനർജി ഉണ്ട്, അതുപോലെ തന്നെ എന്തോ ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു എനർജി മെയിൻ്റെനൻസ് അത് നടത്താൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രഷർ ലോസ് അല്ലെങ്കിൽ പ്രഷറിലുള്ള കൺവേർഷൻ നടത്താനായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ബോത്ത് ടൈപ്പ് ഓഫ് എനർജീസ് അവൈലബിൾ, പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അപ്പോൾ അതിന് ഫ്ലോ നടക്കുന്ന സമയത്ത് പ്രഷർ വേരിയേഷൻ അതിൽ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ പെൽട്ടൻ്റെ കേസിൽ സ്റ്റാറ്റിക് പ്രഷർ ത്രൂ ഔട്ട് ഫ്ലോയിലൊന്നും വലിയ വേരിയേഷൻ ഉണ്ടാകത്തില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രഷർ നിൽക്കും. ഇൻ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈനിൽ അതിൽ വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ ബലത്തിൽ എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ ടർബൈൻ ഇൻലെറ്റിൽ ബോത്ത് കൈനറ്റിക് എനർജി ഉണ്ട് ആസ് വെൽ ആസ് എന്തുകൊണ്ട് പ്രഷർ എനർജി, രണ്ടും കൂടെയാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ വർക്കിങ്ങിന് കാരണമാകുന്നത്. സോ അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് റിയാക്ഷൻ ടർബൈൻ. സോ ഇമ്പൾസ് ടർബൈനിൽ ഓൺലി കൈനറ്റിക് എനർജി, റിയാക്ഷൻ ടർബൈനിൽ ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി. ഓക്കെ, എക്സാമ്പിൾ നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ, അത് നമ്മുടെ കെപ്ലാൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഫ്രാൻസിസ് കെപ്ലാൻ. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്, നമ്മുടെ റിയാക്ഷൻ ടർബൈൻ എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈനും കെപ്ലാൻ ടർബൈനും. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ്. അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് കറക്റ്റ് പഠിച്ചെടുക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയി ബേസ്ഡ് ഓൺ ദ എനർജി അവൈലബിൾ ആയിട്ട് ഇൻലെറ്റ്. ഇനി സെക്കൻഡ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഏത് തരത്തിലാണെന്നുള്ളത് ടർബൈനിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് തരത്തിലുള്ള ഫ്ലോ, നമ്മൾ പാരൽ ഫ്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള സർഫസിൽ കൂടെയുള്ള ഫ്ലോ ആണോ, അത് അകത്തൂടെ ഇറങ്ങിയുള്ള ഫ്ലോ ആണോ, ഈ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബേസിക്കലി ഒരു 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ, സെക്കൻഡ് ഈസ് എ റേഡിയൽ ഫ്ലോ, തേർഡ് ഈസ് എ ആക്സിയൽ ഫ്ലോ ആൻഡ് ലാസ്റ്റ് ഈസ് എ മിക്സഡ് ഫ്ലോ ടർബൈൻ. ഇപ്പോൾ മിക്സഡ് ഫ്ലോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റേഡിയലും ആക്സിയലും എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതാണ് മിക്സഡ് ഫ്ലോ. ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈനിൽ നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് തന്നെ വാട്ടർ ഏത് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്, നോക്ക് നമ്മുടെ പെൽട്ടൺ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് വന്നത്. ഓക്കെ, നിങ്ങളൊരു സർക്കിൾ വരച്ച സർക്കിളിൻ്റെ ടാൻജൻറ്റ് എന്തുവാ, ഇതല്ലേ സർക്കിളിൻ്റെ ടാൻജൻറ്റ്. ഓക്കെ, അതുപോലെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ വാട്ടർ ജെറ്റ് വന്ന് പതിക്കുന്നത് ത്രൂ നോസിൽ. സോ അതുകൊണ്ടാണ് നമ്മുടെ പെൽട്ടമിലിനെ നമ്മൾ പറഞ്ഞ പേരെന്താണ്, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്നാണ് എഴുതിയിട്ടുണ്ട്. സോറി, ഇതാണ് എഴുതിയിട്ടുണ്ട് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. എക്സാമ്പിൾ എന്തുവാ, പെൽട്ടൺ. അപ്പോൾ വാട്ടർ എന്താണ് ടാൻജൻഷ്യലി വന്നാണ് അതിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, സംശയമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ റേഡിയൽ ഫ്ലോ ടർബൈൻ. ഓക്കെ, റേഡിയൽ ഫ്ലോ എന്ന് വെച്ചാൽ വാട്ടർ ഫ്ലോ ത്രൂ ദ ടർബൈൻ ഈസ് ഇൻ റേഡിയൽ ഡയറക്ഷൻ. എക്സാമ്പിൾ ഏതാ അവർ എഴുതിയേക്കുന്നത്, ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈനെ പടം ഇവിടെ വരയ്ക്കാൻ സ്ഥലപരിമിതികൾ കാരണം നമുക്ക് ഇനി ഫ്രാൻസിസ് ടർബൈനെ വർക്കിംഗ് എഴുതുമ്പോൾ അതവിടെ വരയ്ക്കാം. ഇങ്ങനെ ഇരിക്കുന്ന കാട്ടാണോ ഫ്രാൻസിസ് ടർബൈൻ, നമ്മുടെ ഇതുപോലെ പമ്പിൻ്റെ ഇതുപോലൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും ഫ്രാൻസിസ് ടർബൈൻ.
അപ്പോൾ ഇതിൽ ഇമ്പല്ലർ ഇങ്ങനെ കാണും, ഓക്കെ റണ്ണറൊക്കെ കാണും. അപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെ ഇമ്പല്ലറല്ല സോറി റണ്ണർ ഇങ്ങനെ വാട്ടർ റേഡിയൽ ഡയറക്ഷനിലാണ് എന്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ടർബൈനകത്തൂടെ പോയിട്ട് ഡ്രാഫ്റ്റ് ട്യൂബ് വഴി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഫ്ലോ ആണ് ഇത് നടക്കുന്നത്, റേഡിയൽ ഫ്ലോ ടർബൈനിൽ നടക്കുന്നത്. എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ ആക്സിയൽ ഫ്ലോ ടർബൈൻ. ആക്സിയൽ ഫ്ലോ ടർബൈൻ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതുമാണ്. ദാറ്റ് ഈസ് എ കെപ്ലാൻ ടർബൈൻ. അപ്പോൾ കെപ്ലാൻ ടർബൈനിൽ വാട്ടർ ഫ്ലോ ത്രൂ ആക്സിയൽ ഡയറക്ഷൻ. അപ്പോൾ കെപ്ലാൻ ടർബൈൻ വരയ്ക്കാൻ സ്ഥലപരിമിതിയിലെ കാരണം നമ്മൾ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കെപ്ലാൻ ടർബൈൻ കണ്ടോണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഡ്രാഫ്റ്റ് ട്യൂബ് വഴി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടോപ്പിൽ വാട്ടർ എങ്ങനെ വന്ന് ആക്സിയൽ ഡയറക്ഷൻ വന്ന് കയറിയിട്ട് ഇങ്ങനെ കയറുന്നതുകൊണ്ട് ആക്സിയൽ ഡയറക്ഷൻ വന്ന് കയറിയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് താഴോട്ട് പോകും. കെപ്ലാൻ ടർബൈൻ. അപ്പോൾ നമ്മുടെ മറ്റേത് ഇനി നമ്മൾ ഓരോന്നിനും വാക്കിങ് പ്രത്യേകം പറയുമ്പോൾ ഫിഗർ വലുതാക്കി വരച്ച് തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫ്ലോ ഡയറക്ഷൻ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ ആക്സിയൽ ഡയറക്ഷൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് കറങ്ങി ഇല്ലെങ്കിൽ ഉച്ചിൻ്റെ തോട് പോലെ ഇരിക്കും. കണ്ടിട്ടില്ലേ ആ ടർബൈൻ? അപ്പോൾ ലാബിലൊക്കെ ബിടെക്കിലൊക്കെ പഠിക്കുമ്പോൾ ലാബിന് നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. ലോട്ടസ് സ്റ്റോൺ, പെൽട്ടൺ ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ പെർഫോമൻസ് കർവൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ ഉള്ളവന്മാർക്ക് അതൊക്കെ ഓർമ്മ കാണും. അപ്പം ആ ഒരു കേസിങ് അതിന് കാണും, ആ ഒരു സ്ക്രോൾ കേസിങ് പോലൊരു കേസിങ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് അതിന് പ്രത്യേകത. അപ്പോൾ ആക്സിയൽ ഡയറക്ഷനിൽ കയറിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ഇറങ്ങി വരും. ഇതെന്ന് വെച്ചാൽ നേരെ എങ്ങനെ റേഡിയൽ ഡയറക്ഷനിലാണ് വാട്ടർ ഫ്ലോ വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചുണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കറങ്ങി കയറും. ഞാൻ പുറത്തേക്കാണ് വരച്ചേക്കുന്നത്, സോറി. ഇങ്ങനെ വന്നിട്ട് കറങ്ങി ഇതിനകത്ത് കറക്കത്തിലൂടെ പിന്നെ നേരെ ഡ്രാഫ്റ്റ് ട്യൂബ് താഴോട്ട് വരും. സോ ഇത് ഒരു റഫ് സ്കെച്ചാണ്. ഇതാണ് റേഡിയൽ ഡയറക്ഷൻ വരുന്നത്. അതിന് എക്സാമ്പിൾ വെച്ചാൽ നമ്മുടെ ഫ്രാൻസിസ് ആണ്. ആക്സിയൽ ഫ്ലോ വരുമ്പോൾ ദാറ്റ് ഇസ് എ കെപ്ലാൻ ആണ്. മിക്സ്ഡ് ഫ്ലോ വരുമ്പോൾ ഈ രണ്ട് ടൈപ്പ് ഫ്ലോയും വരും. ഏതാ? റേഡിയൽ ആക്സിയൽ ഫ്ലോയും കൂടെ വരും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. അപ്പോൾ അതൊന്നും കണ്ടു കാണത്തില്ല, പക്ഷേ എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഏതാ മിക്സ്ഡ് ഫ്ലോയ്ക്ക്? ദാറ്റ് ഈസ് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഹെഡ് അവൈലബിൾ ആയിട്ട് ഇൻലെറ്റിൽ ഏത് ടൈപ്പ് ഹെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ഹെഡാണ്. നേരത്തെ ഗ്രോസ് ഹെഡൊക്കെ കാണിച്ചില്ലേ? നെറ്റ് ഹെഡ്, ഗ്രോസ് ഹെഡിൽ നിന്ന് ഹെഡ് ലോസസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഹെഡ്. അത് ഞാൻ ഹൈഡ്രോളിക് പവർ പ്ലാന്റിൻ്റെ ഫിഗർ വരച്ചപ്പോൾ ഞാൻ അതിലെല്ലാം മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഹെഡ് അവൈലബിലിറ്റി ഒന്ന് പരിശോധിക്കാൻ. ഓക്കെ, ഹെഡ് അവൈലബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് മൂന്നിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഹൈ ഹെഡ്, മീഡിയം ഹെഡ്, ലോ ഹെഡ്. ഓക്കെ, ഹൈ ഹെഡ്, മീഡിയം ഹെഡ്, ലോ ഹെഡ്. ഹൈ ഹെഡ് എന്ന് വെച്ചാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്ത് വേണം? നല്ല ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഹെഡ് ഇൻലെറ്റ് അവൈലബിൾ ആയിട്ട് വേണം ഫോർ ദ വർക്കിംഗ് ഓഫ് ദ ടർബൈൻ. ദാറ്റ് ഈസ് നോൺ as ഹൈ ഹെഡ് ടർബൈൻ. സെക്കൻഡ് ഈസ് എ മീഡിയം ഹെഡ് ആൻഡ് ലാസ്റ്റ് ഈസ് എ ലോ ഹെഡ് ടർബൈൻ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ പറയുന്ന നമ്മുടെ വാട്ടർ ടർബൈനിലെ ഹെഡ് അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്: ഹൈ ഹെഡ്, മീഡിയം ഹെഡ് ആൻഡ് ലോ ഹെഡ്. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് ഹെഡ് അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഹൈ ഹെഡ്, മീഡിയം ഹെഡ്, ലോ ഹെഡ്. ഇനി എങ്ങനെയാണ് ഈ ഹൈ ഹെഡ് വരുന്നത്? ഹെഡ് അവൈലബിലിറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്. 500 മീറ്റർ ടു 1500 മീറ്റർ, അതായത് 500 ടു 1500 മീറ്റർ വരെ, അത് 1/2 കിലോമീറ്റർ ടു 1.5 കിലോമീറ്റർ വരെയുള്ള. 1.5 കിലോമീറ്റർ നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, റിസർവർ എത്ര പൊക്കത്തി എന്ത് വെള്ളം വേണമെന്നുള്ളത്, വാട്ടർ ലെവലേ 1.5 കിലോമീറ്റർ പൊക്കം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത്രയൊക്കെ ഡാമിനൊക്കെ റിസർവറൊക്കെ നല്ല ആഴമല്ലേ. അപ്പോൾ അത്രയും ലെവലൊക്കെ വാട്ടർ ഹെഡ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ as ഹൈ ഹെഡ് ടർബൈൻ. അപ്പോൾ അത്രയും ഹെഡ് വരുമ്പോൾ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് മതി, മനസ്സിലായോ? ഹെഡ് അവൈലബിലിറ്റി കുറയുന്നവരും ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് കൂടി വരും, മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഇതിൽ വന്ന് ഇടിക്കണ്ടേ. സോ ഹെഡ് റിക്വയർമെൻറ്റ് കുറയുന്നവരും വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് അവൈലബിലിറ്റി, വാട്ടർ ക്വാണ്ടിറ്റി അവൈലബിലിറ്റി കൂടുതലായിട്ട് വേണം. അപ്പോൾ ഹൈ ഹെഡ്, മീഡിയം ഹെഡ്, ലോ ഹെഡ്. ഹൈ ഹെഡിൽ എത്ര അവൈലബിലിറ്റി? 500 മീറ്റർ ടു 1500 മീറ്റർ. എക്സാമ്പിളാണ് നമ്മുടെ പെൽട്ടൺ ഡാമിന് അല്ലെങ്കിൽ പെൽട്ടൺ വീലിന് കമ്പൽസറി ഹൈ ഹെഡ് വാട്ടർ അവൈലബിലിറ്റി ഷുവറാണ്. ഇപ്പോൾ എക്സാമിന് ചോദിക്കും പെൽട്ടൺ വീൽ അല്ലെങ്കിൽ എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ഹൈ ഹെഡ് ടർബൈൻ എക്സാമ്പിൾ അതാണ്. വിച്ച് ഓഫ് ദ ഗിവൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹൈ ഹെഡ് വാട്ടർ ടർബൈൻ? ഓപ്ഷൻ എ പെൽട്ടൺ, ഫ്രാൻസിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ ഏതാണ് എക്സാമ്പിൾ? നമ്മുടെ പെൽട്ടൺ ആണ് ഹൈ ഹെഡ് ടർബൈന് എക്സാമ്പിൾ. അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ലിമിറ്റ്സ് മീൻസ് എത്ര? 500 മീറ്റർ ടു 1500 മീറ്റർ. നെക്സ്റ്റ് ഈസ് എ മീഡിയം ഹെഡ്. ഹെഡ് കുറച്ച് മതി. അപ്പോൾ വാട്ടറിന് അവൈലബിലിറ്റി എന്താ വേണം? കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണം. റേഞ്ച് എത്ര? 60 മീറ്റർ ടു 250 മീറ്റർ. എക്സാമ്പിൾ ഫ്രാൻസിസ് ടർബൈൻ. ഒരിക്കലും മറക്കല്, ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ മീഡിയം ഹെഡ് ടർബൈൻ ആണ്. ആൻഡ് പെൽട്ടൺ ടർബൈൻ ഈസ് എന്താണ്? ഹൈ ഹെഡ് ടർബൈൻ ആണ്. അപ്പോൾ മീഡിയം ഹെഡ് ടർബൈൻ റേഞ്ച് എത്ര നോക്കിയേ? 60 മീറ്റർ ടു 250 മീറ്റർ ആണ് റേഞ്ച് വരിക. ആൻഡ് ലാസ്റ്റ് ഈസ് എ ലോ ഹെഡ് ടർബൈൻ. ലോ ഹെഡ് ടർബൈൻ്റെ റേഞ്ച് എത്ര? 2 മീറ്റർ ടു 6 മീറ്റർ. 2 മീറ്റർ ടു 60 മീറ്റർ വരെയാണ് ലോ ഹെഡ് ടർബൈൻ്റെ ഹെഡ് അവൈലബിലിറ്റി. അപ്പോൾ എക്സാമ്പിളാണ് അതിന് കെപ്ലാൻ ടർബൈൻ. ഓക്കെ, ഈ 3 ക്ലാസിഫിക്കേഷനും പഠിച്ചിരിക്കുക.
ഒരിക്കലും മാർക്കിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും എക്സാമ്പിൾ ഒരിക്കലെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിത്ത് എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നു. നമ്മൾ ക്ലാസിഫിക്കേഷൻ അനുസൃതമായിട്ടുള്ള അതിനുള്ള ഉദാഹരണങ്ങൾ പഠിക്കും. ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ കഴിയും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് പോർഷനാണ് എഫിഷ്യൻസീസ് ഓഫ് ടർബൈൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ടർബൈൻ എഫിഷ്യൻസീസ്. ടർബൈൻ എഫിഷ്യൻസീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടർബൈൻ എഫിഷ്യൻസീസിൽ മെയിനായിട്ട് വരുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇടയ്ക്ക് എഴുതിയേക്കുന്നതൊക്കെ ഒന്ന് വായിക്കാം. അപ്പോൾ ടർബൈൻ എഫിഷ്യൻസീസ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ ടർബൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ടർബൈനുള്ളിലേക്ക് വരുന്ന എനർജി എന്ന് വെച്ചാൽ വാട്ടർ പവർ. വാട്ടറല്ലേ വന്ന് ഇടിക്കുന്നേ. ഓക്കെ, നോക്കുക, ടർബൈൻ എഫിഷ്യൻസി കണക്ട് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു ടർബൈൻ വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ? അപ്പോൾ ടർബൈനിലേക്ക് വന്ന് ഇടിക്കുന്ന എന്താണ്? വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ പവർ ആയിരിക്കും, ഇമ്പൾസോ റിയാക്ഷനോ എന്തോ ആയിക്കോട്ടെ, വാട്ടർ ടർബൈനിലേക്ക് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ എനർജി ഞാൻ ജനറലി ഇട്ട പേരാണ് WP. ഇപ്പോൾ WP എന്താണ്? വാട്ടർ പവർ. ഓക്കെ, WP മീൻസ് എന്താണ്? വാട്ടർ പവർ. അപ്പോൾ നല്ല വാട്ടർ വന്ന് ഇടിക്കും, പവർ വന്ന് വാട്ടർ വന്ന് ഇടിക്കും. അപ്പോൾ വാട്ടറിൻ്റെ എനർജിക്ക് ഞാൻ കൊടുത്ത പേരാണ് വാട്ടർ പവർ. ഓക്കെ, അതൊന്ന് ടർബൈൻ ഇടിച്ച്. ഓക്കെ, ടർബൈൻ ഇടിച്ചപ്പോൾ ടർബൈൻ കറങ്ങുമല്ലോ. കറങ്ങുമ്പോൾ ഷാഫ്റ്റ് കറങ്ങും. ഓക്കെ, ടർബൈൻ ഇടിച്ചിട്ട് ടർബൈൻ കറങ്ങി ടർബൈനിൽ നിന്ന് കിട്ടുന്ന ആ പവർ. ഓക്കെ, ടർബൈൻ കറക്കത്തിൽ ടർബൈനിന് പവർ കിട്ടുമല്ലോ, ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രേക്ക് പവർ, അല്ലെങ്കിൽ BP എന്ന് ഇട്ടേക്കുന്നത്, BK, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് റണ്ണർ പവർ. അപ്പോൾ ഈ കറങ്ങുന്ന സാധനം എന്തുവാ? റണ്ണറല്ലേ. അപ്പോൾ അതിന് കിട്ടുന്ന പവർ ആയതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്ന പേരെന്തുവാ? റൊട്ടേറ്റിംഗ് എലമെൻ്റാണ് റണ്ണർ. ഓക്കെ, പെട്ടെന്നാണെങ്കിലും റണ്ണറുണ്ട്, മറ്റേതാണെങ്കിലും റണ്ണറൊക്കെ ഉണ്ട്. അപ്പോൾ റണ്ണറിൽ നിന്ന് കിട്ടുന്ന പവർ നമ്മളതിനെ പറയുന്നത് റണ്ണർ പവർ അല്ലെങ്കിൽ ബ്രേക്ക് പവർ. ഷാഫ്റ്റിൽ നിന്ന് ആക്ച്വലി കറക്കത്തിൽ നിന്ന് കിട്ടുന്ന പവറാണ് ടർബൈൻ ഡയറക്റ്റ്. ആക്ച്വലി നമുക്ക് അവൈലബിൾ പവർ കിട്ടുന്ന ഷാഫ്റ്റിൽ നിന്ന്, ദാറ്റ് ഈസ് നോൺ ആസ് ഷാഫ്റ്റ് പവർ. അപ്പോൾ റണ്ണർ പവർ കിട്ടിയെങ്കിൽ ആക്ച്വലി അത് തന്നെയാണ് ഷാഫ്റ്റ് പവറെങ്കിലും ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പിന്നെ പ്രത്യേകം എടുത്ത് ഷാഫ്റ്റ് പവർ എന്ന് പറയാൻ എഴുതിയേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വലി ടർബൈൻ കറങ്ങുമ്പോൾ ഔട്ട്പുട്ട് കിട്ടേണ്ട പവർ എന്ന് വെച്ചാൽ ബ്രേക്ക് പവറാണ്. ആ ബ്രേക്ക് പവർ ഷാഫ്റ്റ് കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഷാഫ്റ്റ് പവറായിട്ട് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് പവർ ഷാഫ്റ്റ് പവർ നമുക്ക് എന്തെടുക്കാം? പ്രത്യേകം എഴുതാം. ബ്രേക്ക് പവർ ആയി, പിന്നെ അത് ഷാഫ്റ്റ് പവർ ആയി എന്നുള്ള ഒരു കൺസിഡറേഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും പ്രത്യേകം എഴുതിയേക്കുന്നേ ഉള്ളൂ. ആക്ച്വലി ചെറിയ വേരിയേഷൻസേ അത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫൈനലി കിട്ടുന്നത് ഷാഫ്റ്റ് പവറാണ്. അതാണ് നേരെ നമ്മളെ ജനറേറ്ററോട് കണക്ട് ചെയ്ത് പോയേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു എഫിഷ്യൻസി കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം എഴുതിയേക്കുന്നത്. ബ്രേക്ക് പവർ ഉണ്ട്, പിന്നെ ഷാഫ്റ്റിലോട്ട് എത്ര കിട്ടിയത്, അത് ഷാഫ്റ്റ് പവർ എന്നുള്ള ഒരു കൺസിഡറേഷൻ. അപ്പോൾ വാട്ടർ പവർ, ബ്രേക്ക് പവർ, പിന്നെ ഷാഫ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീവിയേഷൻ അവിടെ ഞാൻ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വലിയ വ്യത്യാസം വേണമെന്നില്ല. ഇനി നോക്കുക, നമുക്ക് എഫിഷ്യൻസി ജനറൽ ഇക്വേഷൻ എന്തുവാ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മളൊരു പോയിന്റ് എടുത്താൽ ഒരു എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ റീജിയനിലെ ഔട്ട്പുട്ട് എടുക്കുക ബൈ ഇപ്പുറത്ത് ഇൻപുട്ട് എത്ര കൊടുത്തെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ടർബൈൻ ഇവിടെ പ്ലോട്ട് ചെയ്തല്ല, ടർബൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ടർബൈൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ടർബൈനിലേക്ക് വന്ന് ഇടിക്കുന്നത് ഹൈഡ്രോളിക് എനർജിയാണ്, വാട്ടറിൻ്റെ എനർജിയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ആ എനർജി പോയി. ഈ ടർബൈൻ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാട്ടറിൻ്റെ എനർജി ലോസ് ആയല്ലോ. അത് വരുന്ന അത്രയും ഹൈഡ്രോളിക് എനർജി ഒന്നും അതിന് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇടിച്ച ശേഷം അതിൻ്റെ എനർജി ലോസ് ആവും. ബാക്കി എനർജി കിട്ടിയതായിരിക്കുക ടർബൈനാണ്. റണ്ണർ റൊട്ടേറ്റ് ചെയ്ത് അവരത് ക്യാച്ചപ്പ് ചെയ്തു. ഓക്കെ, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മൾ ഇവിടെ വെച്ച് എഫിഷ്യൻസി കാണുന്നത് ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്തുവാ? ഔട്ട്പുട്ട് ബ്രേക്ക് പവർ. ഇൻപുട്ട് എന്തുവാ? ഇൻപുട്ട് വാട്ടർ പവർ. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് എഫിഷ്യൻസിക്ക് എങ്ങനെ എഴുതി? ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ എന്തുവാ? ബ്രേക്ക് പവർ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് റണ്ണർ പവർ. അങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക് പവർ എന്ന് എഴുതി ബൈ ഇൻപുട്ട് പവർ എന്തുവാ? വാട്ടർ പവർ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് RP, റണ്ണർ പവർ ബൈ വാട്ടർ പവർ. അപ്പോൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി എഴുതിയ മനസ്സിലായോ? അപ്പോൾ ഫിഗർ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്? റണ്ണർ പവർ ഓർ അല്ലെങ്കിൽ വാട്ടർ പവർ, റണ്ണർ പവർ ഓർ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ? വാട്ടർ പവർ. ഹൈഡ്രോളിക് എഫിഷ്യൻസി ആയി. ഇനി നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കാണാം. മെക്കാനിക്കൽ എഫിഷ്യൻസി നമ്മൾ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട് ടർബൈനിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്നത്. ഇപ്പോൾ ടർബൈനിൽ നിന്ന് കിട്ടുന്ന ബ്രേക്ക് പവർ ആണ്. അത് പുറത്തേക്ക് കിട്ടുമ്പോൾ അത് ഷാഫ്റ്റ് പവറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്, അപ്പോൾ ബ്രേക്ക് പവർ ഷാഫ്റ്റ് പവറിന് ഇടയ്ക്ക് ഒരു ലൈൻ അങ്ങോട്ട് വരച്ച് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇവിടുത്തെ കണ്ടുപിടിക്കണം. മെക്കാനിക്കൽ എഫിഷ്യൻസി എഫിഷ്യൻസി വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്തുവാ? ഷാഫ്റ്റ് പവർ. അതുപോലെ എഴുതി. ഇൻപുട്ട് എന്തുവാ? ബ്രേക്ക് പവറോ റണ്ണർ പവറോ. ഇൻപുട്ട് എഴുതി കഴിഞ്ഞില്ലേ? സുഖമായിട്ട് ഫിഗർ അങ്ങോട്ട് വരയ്ക്കുക. ആ ലൈൻ ഡയഗ്രാം അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഏതൊക്കെ പോലെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് എഴുതുക. കാണാമെന്ന് പഠിക്കേണ്ട സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി എഴുതി, മെക്കാനിക്കൽ എഫിഷ്യൻസി എഴുതി. ഓക്കെ, ഇനി നോക്കുക നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി, മൊത്തം എഫിഷ്യൻസി ടോട്ടൽ എത്രയാണ് നോക്കിയേ. എക്സ്ട്രീം ഉള്ളിലോട്ട് കയറുന്നത് എന്തുവാ? വാട്ടർ പവർ.
ഫൈനലി അവൈലബിൾ കിട്ടുന്നത് എന്തുവാ? ഷാഫ്റ്റ് പവർ. അപ്പോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ കാണുന്ന ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി. ഔട്ട്പുട്ട് എന്തുവാ? ഷാഫ്റ്റ് പവർ. അതുകൊണ്ട് ഔട്ട്പുട്ട് എഴുതി. ഇനി മൊത്തം ഇൻലെറ്റ് എത്ര ഉള്ളത്? വാട്ടർ പവർ എഴുതി. അപ്പോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഇൻപുട്ട് ഷാഫ്റ്റ് പവർ വാട്ടർ പവർ. ഇത് നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ മുറിച്ച് എഴുതാം. ടോട്ടൽ എടുക്കുമ്പോൾ ഇതിനെ മൊത്തത്തിൽ സിസ്റ്റമായിട്ട് എടുക്കണം. ഏറ്റവും ഔട്ട്പുട്ട് എന്ത് കിട്ടി? അത് ഷാഫ്റ്റ് പവർ. ഏറ്റവും ഇൻപുട്ട് എന്ത് കിട്ടി? വാട്ടർ പവർ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഓവറാൾ എഫിഷ്യൻസി. ഈറ്റ വന്നിട്ടുണ്ട്. ഇത് ഈറ്റ അയച്ച് ഇത് ഈറ്റ മെക്കാനിക്കൽ. ഓക്കെ, ഇനി പറഞ്ഞ പോലെ തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓവറോൾ എഫിഷ്യൻസി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയേ, ഇതിനോട് ഗുണിച്ച് നോക്കിയേ, ഹൈഡ്രോളിക് എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസി ഗുണിച്ച് നോക്കിയേ. ഇപ്പം എനിക്കറിയാം ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇവിടെ എന്തോ എഴുതിയ ഷാഫ്റ്റ് പവർ ബൈ ബ്രേക്ക് പവർ. ഇപ്പം നോക്കണം മെക്കാനിക്കൽ എഫിഷ്യൻസിക്ക് വരെ എങ്ങനെ എഴുതാം? ഷാഫ്റ്റ് പവർ ബൈ ബ്രേക്ക് പവർ. ഓക്കെ, ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസിക്ക് പറയുന്നത് എന്തുവാ? ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ. ഓക്കെ, ബി പി വെട്ടിപ്പോയില്ലേ? ബാക്കി എന്താ കിട്ടി? എസ് പി ബൈ WP ആണല്ലോ ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസിക്ക് വരെ നമുക്ക് ഒരു രീതി എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഓക്കെ, മെക്കാനിക്കൽ എഫിഷ്യൻസി ഹൈഡ്രോളിക് എഫിഷ്യൻസി പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതിയേക്കുന്നത്? ഓവറോൾ എഫിഷ്യൻസി എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഈ 3 രീതി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് എടുക്കാം? പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളതാണ്. മെക്കാനിക്കൽ എന്താണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ടർബൈൻ ഈസ് എ റേഷ്യോ ഓഫ് ഓപ്ഷൻ എ ബ്രേക്ക് റണ്ണർ പവർ ടു വാട്ടർ പവർ, തിരിച്ച് വാട്ടർ പവർ ടു റണ്ണർ പവർ, തിരിച്ച് അങ്ങനെ കാണാൻ പഠിച്ച് നോക്കുന്നവരൊക്കെ ചിലപ്പം ആ ഒരു കുറച്ച് നേരം കൺഫ്യൂഷൻ ഉണ്ടായെന്ന് വരാം. ഓക്കെ, നമുക്ക് ഈ ലൈൻ ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൽ ജസ്റ്റ് മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് ചേരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും എഫിഷ്യൻസീസും ഇതിൻ്റെ കാര്യങ്ങളും ബൈ ഹാർട്ട് കമ്പൽസറി ആ കോൺസെപ്റ്റ് ലെവലിൽ മനസ്സിലാക്കി. കാണാൻ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ലൈൻ ഡയഗ്രം എടുക്കുകയും സുഖമായിട്ട് ഇത് എഴുതാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ടർബൈൻസ്. ഓക്കെ, ഇത്രയും നമ്മൾ ജനറൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ ഓരോ ടർബൈൻ്റെ കൺസ്ട്രക്ട് ഡീറ്റെയിൽസിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് അത് നോക്കാം.